अच्छा अवसर दिया है उसके लिए धन्यवाद। ഇത് നമുക്ക് കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറയുന്ന ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. आज प्रभु ने जो पहाड़ी उपदेश में बातें किया है उस विषय को हम देखेंगे। അവിടെ ഗിരിപ്രഭാഷണം മത്തായി 5, 6, 7 അധ്യായങ്ങൾ ദൈവരാജ്യത്തിൽ സ്വർഗരാജ്യത്തിന്റെ തത്വങ്ങൾ അതിന്റെ പ്രമാണങ്ങളാണ് അവിടെ കർത്താവ് ഈ മത്തായി 5, 6, 7 അധ്യായങ്ങളിൽ പറയുന്നത്. मती का पुस्तक 6, 7 और 8 जो पहाड़ी उपदेश जिसको हम बोलते हैं वो स्वर्ग राज्य के विषय का जो तत्व है या उधर की बातों के विषय की बातें है ये 3 अध्यायों में बताया है। അതിന്റെ 5-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം നമുക്കിന്ന് ചിന്തയിലെ നമുക്കിന്ന് അല്പം വചനം അതിൽ നിന്ന് നമ്മൾ ധ്യാനിക്കാം. മത്തായി 5-ന്റെ 13-ാം വാക്യം. आज का मनन के लिए हम लोग मती 5 का 13 से हम पढ़ेंगे। നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തെന്നും കൊണ്ട് രസം വരുത്താം. പുറത്തു കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. पढ़ेंगे 13। तुम पृथ्वी के नमक हो, परंतु यदि नमक का स्वाद बिगड़ जाए तो वो फिर किस वस्तु से नमकीन किया जाएगा? फिर वह किसी काम का नहीं, केवल इसके कि बाहर फेंका जाए और मनुष्यों के पैरों तले रौंदा जाए. ഓക്കെ, ഇവിടെ കർത്താവ് പറഞ്ഞു തുടങ്ങുന്നത് നിങ്ങൾ ഉപ്പാകുന്നു എന്നല്ല, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്നാണ്. यहाँ पर इस वचन में ध्यान देंगे तो वहां पर केवल इतना ऐसा नहीं बोल रहा है कि तुम लोग नमक हो करके, बल्कि ये लिखा है कि तुम पृथ्वी के नमक हो। നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നൊന്നുമല്ല. താഴെ കർത്താവ് പറയുമ്പോൾ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ നമ്മളെ ഉപ്പിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. तो यहाँ पर प्रभु ये पृथ्वी करके जहाँ पर शब्द खास रीति से बोला है, दुनिया का, संसार का या जगत का करके नहीं बोला है। जैसा 14 में पढ़ते समय में जगत का ज्योति के विषय में बोलते समय में भी यहाँ पर 13 अध्याय में जो पृथ्वी को मूल बात देकर बोला है कि पृथ्वी के नमक हो। നമുക്കറിയാം ഉപ്പ് ഭൂമിയിൽ, വാസ്തവത്തിൽ ഭൂമിയിലല്ല ഉപ്പുള്ളത്. എവിടെയാണ്? ഉപ്പ് കടലിലാണുള്ളത്. हम जानते हैं कि जो नमक के विषय में हम वो भूमि पृथ्वी में से नहीं हमें मिलता, बल्कि वो समुद्र से मिलता है। അപ്പോൾ ഈ ഭൂമിയിൽ ഉപ്പ് രുചികരമാക്കി തീർക്കുന്ന, ജീവിതം അർത്ഥപൂർണമാക്കി തീർക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ സഭയിലുള്ളവർ എന്നുള്ള അർത്ഥത്തിലാണ് കർത്താവ് ഇവിടെ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറയുന്നത്. तो वहां पर जब प्रभु कहते समय में कि तुम पृथ्वी के नमक हो करके बोलते समय में प्रभु उन विश्वासियों को या उन कलीसिया के लोगों के विषय में बोला गया है जो ये दुनिया को, संसार को नमकीन बनाता है। ഉപ്പിന് പല സവിശേഷതകളുണ്ട്. नमक को बहुत सारे गुण हैं। അപ്പോൾ ഭൂമിക്ക് പൊതുവെ ഉപ്പില്ല, പക്ഷെങ്കിൽ വിശ്വാസികൾ ഉപ്പുള്ളവരായിട്ട് ഭൂമിക്ക് രുചി വരുത്തുന്ന, ജീവിതത്തിന് അർത്ഥം കൊണ്ടുവരുന്നവരാണ്. അപ്പോൾ എങ്ങനെയാണ് ഉപ്പിന്റെ ചില സവിശേഷതകൾ നമ്മളോടുള്ള ജീവിതത്തിൽ എങ്ങനെയാണ് അത് കർത്താവ് ഉദ്ദേശിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അല്പമായിട്ട് ചിന്തിക്കാം. तो भूमि को अपने आप में नमक नहीं है, परंतु विश्वासी है जो भूमि को नमकीन बनाकर उनका जीवन से नमकीन का अनुभव वो भूमि को मिलता है। तो किस रीति से है कि हमें वो लाभदायक है करे, इस विषय में हमें कैसा लाभ होता है करके ये विषय को हम थोड़ा देखेंगे। അപ്പോൾ ഉപ്പിനെ കുറിച്ച് കർത്താവ്, ഉപ്പിന് പല ഗുണങ്ങളുണ്ട്. ഉപ്പിന് നമുക്ക് സ്വാദ് വരുത്താൻ കഴിയും, രുചി വരുത്താൻ കഴിയും. ഉപ്പില്ലാതെ നമുക്ക് ഒരു ആഹാരവും കഴിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ആഹാരം ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും ഉപ്പില്ല എങ്കിൽ അത് രുചിയില്ല, അല്ലെങ്കിൽ അത് നമുക്ക് ആസ്വാദനമല്ല, അത് നമുക്ക് ടേസ്റ്റ് ഇല്ല. तो नमक का खास हम जानते समय में वो क्या है कि खाना को स्वादिष्ट बनाता है और नमकीन देता है, जिसके वजह से खाना खाने को अच्छा लगता है। परंतु खाना बहुत रहा तो भी लेकिन नमक नहीं है तो फिर खाने का मन नहीं होता। इस रीति से स्वाद लाने का एक अवस्था है या स्वभाव है या गुण है वो नमक को। അപ്പോൾ നമ്മൾ ആ രുചി വരുത്തുന്ന കാര്യത്തെ കുറിച്ചല്ല, നമ്മൾ അത് വേറൊരു വിഷയമാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കും ഉപ്പിന് പ്രിസേർവ് ചെയ്യാൻ, കാത്തു സൂക്ഷിക്കാൻ, കേടുവരാതെ സൂക്ഷിക്കാൻ കഴിവുള്ള ഒരു പ്രത്യേകമായ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒന്നാണ് ഉപ്പ്. तो आज हम लोग स्वाद के विषय में हम नहीं पढ़ेंगे, बल्कि ये नमक का एक गुण को हम देखते समय में वो एक प्रिजर्वेटिव के समान, यानी कि कोई भी चीज को सड़ने ना देते हुए उसको संभाले रखने का एक जो खूबी है
उस विषय में हम देखने वाले हैं। അപ്പോള് നമ്മൾ വെറും നമ്മുടേതായിരിക്കുന്ന ജീവിതം 70-80 അല്ലെങ്കിൽ 80 കൊല്ലത്തേക്കേ ഉള്ളൂ. हमारा जो उम्र है, मनुष्य का उम्र 60, 70, 80 साल है. അപ്പോള് ആ ആ ഒരു കാലഘട്ടത്തെ കുറിച്ചല്ല, നമ്മളെ നിത്യമായിട്ട് പ്രിസർവ് ചെയ്യുന്ന ദൈവത്തിന്റെ ഉപ്പ് എന്നുള്ള അർത്ഥത്തിൽ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മളെ ഇന്ന് അല്പമായിട്ട് നമ്മൾ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നത്. परंतु मनुष्य तो ज्यादा समय तक नहीं जीता, लेकिन मनुष्य को हमेशा हमेशा के लिए संभाल के रखकर, हमारे गुणों को सड़ने ना देते हुए संभाल के रखकर, नमक के समान जैसा संभालता है, उस रीति से संभालने वाला एक बात है जो परमेश्वर हमारे विषय में करता है. उस विषय को आज हम देखेंगे. അപ്പോൾ ഭൂമിയുടെ ഉപ്പായി തീരാത്തവരെ താൽക്കാലികമായിട്ട് ഈ ഭൂമിയിൽ ഉപ്പില്ലാത്തവരായി ജീവിച്ചു കഴിഞ്ഞാൽ അവര് നിത്യമായിട്ട് ഉപ്പിനാൽ അവര് സാൾട്ടഡ് ആയിട്ട് അല്ലെങ്കിൽ ഉപ്പിനാൽ അവര് അഗ്നി കൊണ്ട് ഉപ്പിട്ട് തീർക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് അവർ മാറ്റപ്പെടും. तो आज दुनिया में जो नमकीन नहीं होता या नमक का गुण से नहीं भर जाता, नमक में नहीं बदल जाता, उनका अवस्था क्या होगा? मतलब तो क्योंकि वो लोग क्यों नहीं हो पा रहे, मतलब उनका उद्धार नहीं हुआ, नया जन्म नहीं हुआ. तो ऐसे लोगों को क्या होगा? अनंत काल में वो लोग सर्वदा के लिए वो नरक के आग में जो नरक के जो आग में वो लोग जलने लगेंगे. അപ്പൊ കർത്താവ് അതിനെ കുറിച്ച് പറയുന്ന ഒരു വാക്യം നമുക്ക്, നമ്മൾ ഉപ്പില്ലാത്തവരായി പോയാൽ വേറൊരു നിലയിൽ തീ കൊണ്ട് നമ്മളെ ഉപ്പിടും. അത് നമ്മള് മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 48-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, तो यदि अगर हम लोग नमक से नमकीन नहीं किए गए तो आने वाले युग में, यानी कि नरक में कुछ लोग, जो लोग नमक नहीं बन पाए, वो लोग आग से नमकीन किए जाएंगे करके मरकोस का पुस्तक 9:40 में हम पढ़ते हैं. 48 9:48 में, सॉरी. അവിടെ അവരുടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നുമില്ല എന്ന് പറഞ്ഞാല് ആ നരകത്തിലെ പുഴു എന്ന് പറയുമ്പോൾ മനുഷ്യൻ രണ്ടാം പുനരുദ്ധാനം അല്ലെങ്കിൽ ഒന്നാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാർ. അവര് നമ്മള് പഴയ നിയമത്തിലെയും പുതിയ നിയമ വിശുദ്ധന്മാര് ഒന്നാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവരാണ്. എന്നാൽ പുനരുദ്ധാനത്തിൽ ഒന്നാം പുനരുദ്ധാനത്തിൽ പങ്കില്ലാത്ത രണ്ടാം പുനരുദ്ധാനത്തിൽ വരും. അവരുടെ ശരീരം ഉയർക്കും, പക്ഷെങ്കില് അവരുടെ ശരീരം ആഹാരം വേണ്ട, വസ്ത്രമില്ല, പക്ഷെങ്കിൽ അത് എന്നേക്കും അത് പ്രിസർവ് ചെയ്യപ്പെടും. എന്തിനാണ്? നരകത്തിലെ തീയും നരകത്തിലെ പുഴുവും നരകത്തിലെ അന്ധകാര ശക്തിയും അനുഭവിക്കാൻ തക്കവണ്ണം ഉള്ള രീതിയിൽ അവരെ ഉപ്പിനാൽ സൂക്ഷിക്കപ്പെടും. ആ ഉപ്പ് എന്ന് പറയുന്നത്, അവിടെ ഉപ്പിനാൽ സൂക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞ അർത്ഥം തീയാണ്. അവരെ തീ കൊണ്ട് ഉപ്പിടും, തീ കൊണ്ട് സാൾട്ടഡ് ആവും. तो वो यहाँ पर अब उसका 48 में पढ़ते समय, मरकुस 9 में, तो आप नरक का अवस्था को वहां पर हम बताते समय में, यहाँ का झील में जहां पर कीड़े नहीं मरता और आग नहीं बुझती करके बोलते समय में, ये उन लोगों के लिए है जो प्रकटीकरण का पुस्तक में दूसरा पुनरुद्धान के लिए नियुक्त किया गया है. हम जानते हैं पहले पुनरुद्धान में जो भागी लेने वाले धन्य है, क्योंकि वो लोग संभाले जा रहे, बचे जा रहे. हम जानते हैं पुराने नियम और नए नियम के विश्वासी लोग है जिनको ये पहला पुनरुद्धान का भागी उनको मिलता है. परंतु जो दूसरा पुनरुद्धान बोलते समय में, वो स्वे सिंहासन के सामने सब मरे हुए पापियों को जब जिलाकर सफेद सिंहासन के सामने न्याय के लिए वो लोग खड़े कर रखते समय में, वो लोग क्यों वहां पर पहुंचे? क्योंकि दुनिया में रहते समय में प्रभु पे विश्वास नहीं किया, इसके लिए वो लोग जगत का नमक नहीं बन पाया. तो ऐसे लोगों को प्रभु क्या करेगा? उनको आग के झील में डाला जाएगा या नरक में डाला जाएगा, जहां पर आग कभी बुझता नहीं, और ये लोग हमेशा हमेशा के लिए नमक से वो लोग नमकीन किए जाने का एक अवस्था, एक दशा उनके ऊपर होगा. ഇവിടെ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറയുമ്പോൾ, ഭൂമി എന്ന് പറയുന്നത് അത് ഭൂമിയിൽ നിന്നാണ്, മണ്ണിൽ നിന്നാണ് മനുഷ്യനെ എടുത്തിരിക്കുന്നത്. ആദാമിനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു. ഈ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച മനുഷ്യനൊരു പരിമിതമായ ഒരു ആയുസ് മാത്രമേ ഉള്ളൂ. അപ്പം പരിമിതമായ ആയുസിന്റെ ഉള്ളില് അവനെ ഉപ്പുള്ളവനായി തീർന്നില്ല എങ്കിൽ അവനെ തീയുടെ അനുഭവത്തിലേക്ക് പോകുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ, നമ്മൾ ഉപ്പുള്ളവരായിരിക്കണം എന്നുള്ളതിന് കർത്താവ് ഉദ്ദേശിച്ച അർത്ഥം അത് നമ്മൾ ഉപ്പുള്ളവരായിരിക്കണം എന്നുള്ളതിന്റെ സീരിയസ്നെസ് നമ്മൾ ഗ്രഹിക്കണം. കാരണം നമ്മൾ ഉപ്പ് എന്താണ് എന്നുള്ളത് നമുക്ക് തുടർന്ന് നമുക്ക് ചിന്തിക്കാം. तो वहां पर इसके लिए जब हम पृथ्वी के नमक है करके बोलते समय में, जो हमने मती में पढ़ा, पृथ्वी के नमक है मतलब क्या? प्रभु ने मनुष्य को जब बनाते समय में पृथ्वी का, भूमि का धूल से, मिट्टी से
बनाया था, जिस रीति से आदम को जब बनाते समय में। इसलिए ये मनुष्य को जब प्रभु बनाने के बाद अभी मनुष्य का आवश्यकता क्या है कि उनको तुरंत भूमि का नमक बन जाना चाहिए, यानी कि जो उद्धार के द्वारा वो नमक बन जाना चाहिए, ताकि उपयोगी बन जाए। तो यदि अगर वो नहीं होगा तो क्या होगा, उसका अवस्था उसको नरक में डाला जाएगा। तो ये बात, तो उसके लिए नमक का गुण क्या है, नमक असली में वास्तव में क्या है, किस रीति से हमें फायदा देता है करके विषय को हम जरा देखेंगे। അപ്പൊ ഉപ്പില്ലാത്തവരുടെ അവരുടെ ശരീരത്തിന്റെ കാര്യം പറയുകയാണ് അവിടെ കർത്താവ്. അവിടെ അതിന്റെ 47 മുതൽ വാക്യം 45 മുതലുള്ള വാക്യങ്ങൾ പറയുമ്പോൾ, നിന്റെ കാൽ നിനക്ക് ഇടർച്ച വരുത്തിയാൽ പിന്നെ അവിടെ നമ്മൾ നീ എന്ത് ചെയ്യുന്നു, അതിനെ വെട്ടിക്കളക, ജീവനിൽ കടക്കുന്നതിനേക്കാൾ. അപ്പോൾ ഇവിടെ ജീവൻ, നിത്യജീവൻ. അപ്പം നിത്യജീവൻ ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ആ നിത്യജീവനെയാണ് ഇവിടെ ഉപ്പ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താൽക്കാലികമായ ജീവൻ, അവന് എന്തുണ്ട്, അവന് ശരീരമുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്. ഇതൊക്കെ ഉപ്പില്ലാത്ത രീതിയിൽ ജീവിതത്തിൽ അർത്ഥമില്ലാതെ, നിത്യജീവൻ ഇല്ലാതെ ഇതൊക്കെ ഉപയോഗിച്ചാൽ അവസാനം അതുകൊണ്ട് തീയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം മാനവജാതിക്ക് ഉണ്ടാകും എന്നുള്ള അപകട സൂചനയാണ് കർത്താവ് ഇവിടെ നൽകുന്നത്. तो यहाँ पर उसको 45 से 45 से जब पढ़ते समय में मरकुस का 9 में वहां पर प्रभु वहां पर क्या बोलता है, देखो, यदि अगर तेरा पाँव तुझे ठोकर खिलाए तो उसको काट डालना, क्योंकि लंगड़े होकर जीवन में प्रवेश करना तेरे लिए इससे इससे भला है। तो लंगड़ा होकर जीवन में प्रवेश करना मतलब क्या, कौन सा जीवन का बात चल रहा है, अनंत काल का जीवन का प्रवेश कर। तो वो जीवन कैसा मिल रहा है, वो किन लोगों को मिलने वाला है, जो लोग नमकीन हो चुके हैं या नमक बन चुके हैं, उन लोगों के लिए। तो ये जीवन जो है, अनंत काल का जीवन जो है, नमक के साथ तुलना करके वहां पर प्रभु बात करके वो बताना चाहता है कि तुम नमक बनो, यानी कि नमकीन बनो, मतलब अनंत काल का जीवन पाओ के विषय में वहां पर कह रहा है। അപ്പോൾ ഉപ്പ് എന്ന് പറയുന്ന നിത്യജീവൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപ ഉള്ളവർക്ക് നിത്യത ഉള്ളതുപോലെ തന്നെ ഇന്ന് ഉപ്പില്ലാത്തവര് അവരുടെ മരിക്കുന്നതിന് മുൻപേ ഉപ്പ് അവർക്ക് പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരും എന്ത് ചെയ്യുന്നു, തീ കൊണ്ടുള്ള ഒരു നിത്യത അവർക്ക് ഉണ്ടാവും. तो आज नमक, तुम नमक हो करके बोलते समय में मतलब क्या, प्रभु के अनुग्रह के द्वारा हमको अनंत काल का जीवन मिल रहा है, जिसके वजह से हम लोग सर्वदा के लिए परमेश्वर के राज्य में, जो स्वर्गीय तलों में हम लोग जी सके, वो बात का आशीष मिल रहा है। उन्हीं लोगों को नमक होने, पृथ्वी का नमक करके कहा गया है। परंतु जो ये दशा में नहीं हो पाते तो उनका हालत क्या होगा, उनको एक दूसरा अनंतता मिलेगा। वो क्या है, नरक में उनको अपना अनंतता झेलना पड़ेगा, जहां पर उनको, वहां पर उनको आग से उनको नमकीन किया जाएगा। അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ജീവൻ കൊണ്ട് മാത്രം ജീവിക്കാതെ ഒരു ഇറ്റേണൽ ആയിട്ടുള്ള ലൈഫ് പ്രാപിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ ഈ ജീവിതം ഇവിടെ താൽക്കാലികമായി അവസാനിക്കുകയും പിന്നീട് നരകം എന്ന നിത്യത്തിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യുമ്പോൾ കർത്താവ് അതിൽ നിന്ന് എങ്ങനെ നമ്മൾക്ക് രക്ഷ പ്രാപിക്കാം എന്നുള്ളത് കർത്താവ് പറയുന്നുണ്ട് അടുത്ത വാക്യത്തില്. तो इसके लिए हम, हमारा जीवन जो समय प्रभु ने हमको दिया है, मनुष्य का जीवन जो भूमि में मिट्टी से भले बनाया गया है, तो भी उनको, उसको थोड़े समय के लिए ही वो भूमि पृथ्वी में जिंदा रह सकता है। ऐसे समय में उसको क्या करना पड़ेगा, अनंत काल का जीवन को उसको प्राप्त करना पड़ेगा। यदि अगर उसने प्राप्त किया तो वो स्वर्ग में प्रभु का राज्य में है, परंतु नहीं प्राप्त कर पाया तो दूसरा अनंतता उसके लिए इंतजार कर रहा है, वो है आग का झील, जो नरक है, वहां पर उसको आग से नमकीन किया जाएगा। तो कैसा एक विश्वासी पृथ्वी का, भूमि का नमक बन सकता है करके उसके विषय में है अगला वाक्य में प्रभु कहता है। അപ്പോൾ അവിടെ നമ്മൾ താപ്പോട്ട് വായിക്കുന്നുണ്ട്, നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യം സമാധാനമുള്ളവരുമായിരിപ്പീൻ. നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും. അപ്പോൾ അവിടെ ആ ഉപ്പ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നുള്ള 49 വാക്യം നമ്മുടെ മലയാളത്തിൽ അത് ചേർത്തിട്ടില്ല. तो वहां पर वो कैसा होगा करके उसका मरकुस 9 का 50 का आखिरी भाग में वहां पर पढ़ते समय में वहां पर लिखा है कि अपने में नमक रखो और आपस में मेल मिलाप से रहो। तो ये प्रभु मनुष्य को आज्ञा देता है किस रीति से अपने आप में नमक रहने के विषय में प्रभु वहां पर कहता है। ये शब्द मलयालम वाक्य में नहीं आया है। 49 വാക്യത്തിലെ കർത്താവ് ഈ എങ്ങനെ നമുക്ക് ഉപ്പുള്ളവരാകാം എന്നുള്ളതിന്റെ ഒരു കാര്യം പറയുന്നത് മലയാളം ബൈബിളിൽ ചേർത്തിട്ടില്ല. അത് ഇംഗ്ലീഷ് ബൈബിളിലുണ്ട്. അത് എവരി സാക്രിഫൈസ് ഷാൽ ബി സാൾട്ടഡ് വിത്ത് സാൾട്ട്. എല്ലാ യാഗങ്ങളിലും ഉപ്പ് ചേർക്കണം എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ കഴിച്ചു വന്ന യാഗങ്ങളാണ്
ആ ഇസ്രായേൽ മക്കളെ ഉപ്പുള്ളവരാക്കി തീർത്തത്, നിത്യതയുള്ളവരാക്കി തീർത്തത് എന്ന് കർത്താവോടെ പറയുകയാണ്. तो वहां पर 49 शब्द में जब वाक्य में पढ़ते समय में जो मलयालम शब्द मलयालम वाक्य में नहीं आया है, वहां पर प्रभु मनुष्य को, विश्वासियों को या पापियों को अवसर दे रहा है कि किस रीति से तुम ये नमक को प्राप्त कर सके करके बोलते समय में वहां पर 49 में पढ़ते समय में वहां पर ऐसा लिखा है कि क्योंकि हर एक जन आग से सॉरी जो എവരി സാക്രിഫൈസ് ഷാൽ ബി സാൾട്ടഡ് വിത്ത് സാൾട്ട്. എല്ലാ യാഗത്തിലും ഉപ്പ് ചേർക്കണം. അപ്പം യാഗത്തിന് ഒരു ഇറ്റേണൽ വാല്യൂ ഉണ്ട്, അത് കാണിക്കാനാണ് ഉപ്പ് ചേർക്കണം എന്ന് പറയുന്നത്. वो भाग हिंदी में भी नहीं आया है. जो अंग्रेजी बाइबल में लिखा है कि हर एक बलिदान को आग से सॉरी नमक से नमकीन किया जाना चाहिए करके वो वाक्य हिंदी में भी नहीं है. तो वो अंग्रेजी बाइबल में हम पढ़ते हैं 49 का आखिरी भाग में है जो हिंदी बाइबल में नहीं. तो वो क्या बताना चाहता है, हर एक जन को, हर एक बलिदान जो है नमकीन किया, नमक से नमकीन किया जाना चाहिए, जो पुराने नियम में बलियों को दर्शाता है, जो इजरायली लोग वहां पर पुराने नियम में वो लोग करते थे. പഴയ നിയമത്തിൽ യാഗങ്ങൾ ആവശ്യമായിരുന്നു. पुराने नियम में बलियों का जरूरत था. കാരണം ഈ പാപികളായ മനുഷ്യർ ഉപ്പില്ലാത്തവരാണ്. क्योंकि हम जो पापी लोग हैं, हम बिना नमक के लोग हैं. അതിന്റെ അർത്ഥം അവർക്ക് ജീവിതം ഒരു അർത്ഥപൂർണമാകുന്നില്ല, മീനിങ്ലെസ് ആണ്, വ്യർത്ഥരായി തീർന്നു. ആയതുകൊണ്ട് അവരെ ജീവിതത്തിൽ അർത്ഥമുള്ളവരും നിത്യതയുള്ളവരുമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ദൈവം യാഗങ്ങൾ കൊണ്ടുവന്നു. तो क्योंकि मनुष्य का हालत क्या है कि वो लोग बिना अर्थ के जी रहे, नमक नहीं है यानी कि वो लोग में स्वाद नहीं, वो लोग नमकीन नहीं है, जिसके वजह से अर्थ नहीं है, नरक के लिए ही उपयोगी अवस्था में है. तो ऐसे अवस्थे में उनको उपयोगी बन जाने के लिए, नमकीन बन जाने के लिए प्रभु ने क्या किया, बलियों को प्रभु ने बनाया ताकि मनुष्य बलियों के द्वारा नमकीन हो सके. അപ്പോൾ ആ യാഗം അർപ്പിക്കുന്നവർ വിശ്വാസത്താൽ യാഗം അർപ്പിച്ചാൽ അത് ഉപ്പിന്റെ ഗുണം ചെയ്യും, അവർക്ക് നിത്യത കിട്ടും. നമുക്ക് കയ്യന്റെ ഹാബേലിന്റെ യാഗം അറിയാം. ഹാബേൽ ദൈവം പറഞ്ഞ പ്രകാരം യാഗം അർപ്പിച്ചതുകൊണ്ട് അവൻ എന്ത് ചെയ്തു, അവന് നിത്യത കിട്ടി, അവനെ ഉപ്പുള്ളവനായി തീർന്നു. तो इसके लिए जब पुराने नियम के लोग जब बलि करते समय में उन लोग को विश्वास करके बलि करना पड़ता था. तो विश्वास करके बलि करने की वजह से क्या होता था, वो विश्वास करने का लाभ है कि वो लोग धर्मी ठहराए जाते थे. यानी कि क्या, वो नमक का नमकीनपन वो विश्वास करने वाले भक्तों के ऊपर न्योछावर किया जाता था, उनपे गिना जाता था. जैसे पुराने नियम में हम देखते समय में कैन और आबेल का बलियों में हम देखते समय में आबेल ने जैसा परमेश्वर ने कहा वैसा उसने बलि करने की वजह से उसको आनंदता मिला. അപ്പൊ പഴയ നിയമത്തിൽ യാഗം അർപ്പിച്ച് യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടും. അപ്പൊ യാഗത്തിന് അവർക്ക് ഉപ്പുള്ളവരാക്കി തീർക്കാൻ, നിത്യതയുള്ളവരാക്കി തീർക്കാൻ, ജീവിതത്തിന് അർത്ഥം കൊണ്ടുവരുവാൻ യാഗങ്ങൾ ആവശ്യമായിരുന്നു. तो इसलिए पुराने नियम में जब वो लोग बलि करते समय में, जैसा भजन संगीता में हम पढ़ते हैं कि मेरे पवित्र लोग बलि के द्वारा तुम लोग मेरे निकट आते हो करके, तो वो कहीं तो उससे क्या होता था, बलि करने के वजह से वो लोग धर्मी गिना जाते थे, जिसके वजह से वो लोग नमकीन हो जाते थे, वो लोग का जीवन में एक अर्थ हो जाता था, स्वाद आ जाता था. നമുക്ക് അവിടെ ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലുണ്ട്, ലേവ്യ 2:13 എല്ലാ യാഗത്തിലും ഉപ്പ് ചേർത്തിരിക്കണം. लेवी का पुस्तक 2:13 पढ़ते समय में वहां पर हम ये भाग को हम पढ़ते हैं कि जब भी बलि करते समय में उसमें हमेशा तुम लोग नमक डालना चाहिए करके, नमक भी चढ़ाना चाहिए करके हम देखते हैं. നമുക്ക് അതൊന്ന് വായിക്കാം. 13 पढ़ना. ലേവ്യ 2:13 വാക്യം. 2:13. फिर अपने सब अन्न बलियों को नमकीन बनाना और अपना कोई अन्न बलि अपने परमेश्वर के साथ बंधी हुई वाचा के नमक से रहित होने न देना, अपने सब चढ़ावों के साथ नमक भी चढ़ाना. എല്ലാ വഴിപാടിനും ഉപ്പ് ചേർത്തിരിക്കണം. അതിന്റെ അർത്ഥം എന്താണ്? अपना सब चढ़ावे में तुम लोग नमक भी चढ़ाना. उसका मतलब क्या है प्रियो? ഈ യാഗങ്ങൾക്ക് ഒരു ഇറ്റേണൽ വാല്യൂ ഉണ്ട് എന്ന് പറഞ്ഞാൽ യാഗം കർത്താവായ യേശുക്രിസ്തു വന്ന് കാൽവറി ക്രൂശിൽ മരിക്കും എന്നതിന്റെ നിഴലായിട്ടാണ്. കാരണം ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലാണ്. പക്ഷെങ്കിൽ അതിൽ തന്നെ അബ്രഹാമും ഇസാക്കും യാക്കോവും അവരെല്ലാം യാഗങ്ങൾ അർപ്പിച്ചു. നമ്മൾ അവരെ കുറിച്ച് അബ്രഹാമിന്റെ, ഇസാക്കിന്റെ, യാക്കോവിന്റെ ദൈവം എന്ന് ദൈവം പറയാൻ കാര്യം
അവർ യാഗത്തിലൂടെ അവരെ നിത്യത പ്രാപിച്ചവരാണ്. ക്രിസ്തു അല്ലെങ്കിൽ അവർ വിശ്വാസത്താൽ ഹാബേലിനെ പോലെ വിശ്വാസത്താൽ യാഗം അർപ്പിച്ച് അവര് നിത്യത കൈകൊണ്ടവരാണ്. तो इसके लिए हर एक चढ़ावे में नमक भी चढ़ाना करके बोलते समय में मतलब क्या है, क्योंकि हर एक बलि में, हर एक चढ़ावा में उस नमक के डालने से ये दर्शाता है कि वो उसमें अनंतता का मूल्यता है। तो वो बलि के द्वारा जो अर्पण करने वाले लोगों को अनंतता का, अनंत काल का जो 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 वैल्यू है, जो स्थान है, वो उस बलि के द्वारा उन लोगों उसमें गिना जाते थे। प्रभु उसको वैल्यू करता था, उस रीति से उस नजर से प्रभु उनको देखते थे, जिसके वजह से वो क्या दर्शाता है कि जो एक दिन मसीहा आएगा और तुम्हारा सारा पापों को धोकर शुद्ध करेगा करके है। तो वो बात था, व्यवस्था वो लोग विश्वास के द्वारा वो लोग चढ़ाते थे। तो क्योंकि जो ये नया नियम हम क्या है कि आने वाले अच्छे अच्छे बातों का पूर्णता है नए नियम में जो पूरा हुआ है करके, ये बात हम जानते हैं, समझते हैं। तो भी पुराने नियम में वो छाया भी उस रीति से प्रभु उनको, पुराने नियम के विश्वासी लोग, वो लोग विश्वास करके जब चढ़ावा करते समय में, नमक डालकर चढ़ाते समय में, उसका अनंतता का वो मूल होता था। इसके लिए परमेश्वर पुराने नियम में अब्राहम, इसहाक, याकूब का परमेश्वर है करके बोलने पर वो नहीं लज जाते थे, क्योंकि वो उनका परमेश्वर था, क्योंकि उन लोग उस रीति से अनंतता में पहुंच चुका था। इसके लिए है प्रभु उनको उनका परमेश्वर करके कहलाता थे। അപ്പൊ കർത്താവ് അവിടെ മർക്കോസ് സുവിശേഷം 9:49 വാക്യത്തിൽ കർത്താവ് 45 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ കണ്ണ് ഇടർച്ച വരുത്തുന്നു, കാലിടർച്ച വരുത്തുന്നു, കൈ ഇടർച്ച വരുത്തുന്നു, ഇങ്ങനെയൊക്കെ ഉള്ളവരെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ പാപം ചെയ്ത് ജീവിച്ചവരാണ്. അപ്പോൾ നമുക്കൊരു ജീവിതത്തിൽ ഒരു മീനിങ് ഇല്ല, ലക്ഷ്യമില്ല. നമ്മൾ പാപം ചെയ്ത് അവസാനം 60-70 കൊല്ലം കഴിഞ്ഞ് നമ്മൾ മരിക്കുമ്പോൾ നമ്മളെ തീ കൊണ്ട് ഉപ്പിടും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ യാഗം അർപ്പിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ ആ യാഗത്തിന് ഇറ്റേണൽ വാല്യൂ ഉണ്ട്. അപ്പം യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യാഗം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് ഇറ്റേണൽ ലൈഫ് ഉണ്ടാകുകയും നമ്മൾ ഉപ്പുള്ളവരായി തീരുകയും ചെയ്യും. तो पुराने नियम में जैसा हम लोग मरकुस का पुस्तक 9 का 43 से पढ़ते समय में, यदि तेरा हाथ ठोकर दे, और फिर 45 में देखो तुम्हारा पैर ठोकर दे, 47 में लिखा है यदि तुम्हारा आंख ठोकर दे। इस रीति से मनुष्य का हर एक जो अंग है हमेशा ठोकर देने वाला अवस्था में, दशा में जीने वाला अवस्था है मनुष्यत्व, मतलब वो पाप में जीने वाला अवस्था है। मतलब ऐसा अवस्था में जीते समय में वो कभी लाभदायक नहीं जी पा रहा, अर्थपूर्ण जीवन नहीं जी पा रहा है, बल्कि उस पे जीवन में कोई अर्थ नहीं, मतलब नरक के लिए नियुक्त दशा में रहते समय में उसके जीवन में अभी लाभ हो जाने के लिए था, परमेश्वर ने बलि और बेटों को भेंट का निर्माण किया। तो ये बेटों को और बलियों को जब अर्पण करते समय में वो लोग नमकीन करके, नमक डालकर जब करते समय में, उनका वो उस रीति से वो लोग धर्मी ठहराया जा सके या उद्धार पा सके और अनंत काल का जीवन का अनुभव में वो लोग प्रवेश कर सके था। इसके लिए था प्रभु ने बलियों को वहां पर प्रभु ने बना के दिया था कि उसके नमकीन करने के द्वारा उनको प्रभु उनको उस रीति से प्रभु उनको बचा सकते थे बलि में नमक डालने से। यदि अगर उन लोग इस रीति से नहीं करेंगे तो फिर क्या होगा, प्रभु उनको नरक में डालकर आग से फिर प्रभु उनको नमकीन करेगा। അപ്പോൾ നമ്മളെ നരകത്തിൽ പോകാതിരിക്കാനായിട്ട് പാപം ചെയ്യാത്ത ക്രിസ്തുവിന്റെ ജീവൻ, ആ ഉപ്പ് നമുക്ക് ലഭിക്കുന്നതാണ്. ഈ മൺകൂടാരത്തിൽ നമ്മൾ വസിക്കും കാലുമ്പോൾ തന്നെ, മരിക്കുന്നതിന് മുൻപ് തന്നെ ഉപ്പുള്ളവരായി തീരുക, ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ജീവിതം അർത്ഥപൂർണമാക്കി തീർക്കുന്ന ആ ഒരു അനുഗ്രഹത്തിലേക്ക് എത്തപ്പെടുന്നില്ല എങ്കിൽ നമ്മൾ തീ എന്ന ഉപ്പ് കൊണ്ട് നമ്മൾ ഉപ്പിടും. അപ്പോൾ അതിലേക്ക് നമ്മൾ പോകാതിരിക്കാൻ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഉപ്പുള്ളവരായിരിക്കണം. അപ്പൊ ഉപ്പിന്റെ ക്വാളിറ്റി ഇറ്റേണിറ്റിയാണ്, പ്രിസർവ് ചെയ്യുകയാണ്. ക്രിസ്തു നമ്മളെ നിത്യതയ്ക്ക് വേണ്ടി നമ്മളെ എന്ത് ചെയ്യുന്നു, സൂക്ഷിച്ചിരിക്കുന്നു. നമ്മളത് യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, യൂദയുടെ ലേഖനത്തിൽ വായിക്കുന്നു. നിത്യതയ്ക്ക് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി സൂക്ഷിക്കപ്പെട്ടവരാണ് നമ്മൾ. तो इस क्योंकि हमारा अवस्था पाप के दशा में होने की वजह से, और हम लोग नरक के लिए नियुक्त है, तो जिसके वजह से हमको आग में जाकर, नरक में जाकर हमें नमकीन किया जाएगा करके, ऐसा अवस्था को देखकर था प्रभु यीशु मसीह एक बलि बनकर आ रहा है। उनका बलि के द्वारा जीवन उत्पन्न हो रहा है, वो जीवन है हमारे लिए नमक बन गया। तो उस नमक पर जो आश्रय करता है, उस नमक पर जो विश्वास कर प्रभु का बलि पर जो विश्वास करेगा, उनका अवस्था क्या है, उनका जीवन नमकीन हो जाएगा। वो लोग पृथ्वी के नमक बन जाएंगे, जिसकी वजह से आने वाले प्रकोप से और आने वाला नरक की विधि से वो लोग बचकर वो लोग स्वर्गीय स्तर में प्रवेश कर सके। वो बात के लिए है प्रभु ने चेलों से कहा
कि तुम लोग क्या करना, जगत के, तुम पृथ्वी के तुम लोग नमक बन जाना। അപ്പോൾ നിങ്ങളുടെ എല്ലാ യാഗങ്ങൾക്കും എന്ത് ചെയ്യണം? എല്ലാ സാക്രിഫൈസിനും പിന്നെ ഉപ്പ് ചേർക്കണം. इसके लिए हर एक चढ़ावे में तुम लोग उसमें नमक भी चढ़ाना। അതിന്റെ അർത്ഥം അന്ന് അവർ കഴിച്ച യാഗങ്ങൾ ഏകദേശം 6 യാഗങ്ങളുണ്ട്. मतलब क्या कि पुराने नियम में उन दिनों में वो लोग जो बलिया करते थे, जो 6 प्रकार की बलिया है, നമ്മളത് ലേവ്യ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിലുണ്ട്. लेवी का पुस्तक 7 का 35 में हम लोग बातों को पढ़ते हैं। 37 7 का 37 में അവിടെ ദഹനയാഗമുണ്ട്, ഭോജനയാഗമുണ്ട്, പാപയാഗമുണ്ട്, അകൃത്യയാഗമുണ്ട്, കരപുരണ യാഗമുണ്ട്, സമാധാന യാഗമുണ്ട്. ഇതേ സംബന്ധിച്ചുള്ള പ്രമാണം കൊടുക്കുക. ഇതാണ് നമ്മള് 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, 2:13 വായിച്ചു. അപ്പോൾ ഇതെന്താണ്? ഈ യാഗങ്ങളെല്ലാം ഉൾപ്പെട്ട യാഗമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണം. पढ़ना 37 पढ़ना। होम बलि, अन्न बलि, पाप बलि, दोष बलि, याजकों के संस्कार बलि और मेल बलि की व्यवस्था यही है। हाँ, तो यही व्यवस्था, यही बलिया है जो हमने लेवी का पुस्तक 2 अध्याय में जब पढ़ते समय में तुम्हारा सब चढ़ावे में तुम लोग नमक चढ़ाना करके बोलते समय में, क्या वो इन सभी बलियों में नमक को मिलाकर चढ़ाने वाली बलिया है जो यहाँ पर बताया है। तो ये सारा बलिया मिलकर बना हुआ बलि है, यीशु मसीह का एकमात्र क्रूस का बलि, जिसके द्वारा हमारे जीवन में नमक बन जाने का कारण हुआ। അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലായി അർപ്പിച്ച ശരീരയാഗത്തിന് ഒരു ഇറ്റേണൽ വാല്യൂ ഉണ്ട്. അതാണ് ആ നിത്യത, അല്ലെങ്കിൽ അതിന് ദൈവസന്നിധിയിൽ നിത്യതയോളം അല്ലെങ്കിൽ ഒരിക്കലും അവസാനിക്കാത്ത കാലകരണപ്പെട്ടു പോകാത്ത ഒരു യാഗമാണ്. അതാണ് ഉപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് അത് എബ്രായ ലേഖനം അതിന്റെ 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ, तो यीशु मसीह का जो बलि है, एकमात्र बलि के द्वारा हम लोग को सर्वदा जो छुटकारा मिला और जीवन मिला करके बोलते समय में, वो जीवन है हमारे लिए नमक बन चुका है, जिसका कारण यीशु मसीह है, जो उन्होंने अपना जीवन देकर वो जीवन हमारे लिए नमक बन गया, जो हमें छुटकारा का कारण मिला। वो बात हम लोग इब्रानियों को पुस्तक 10 का 10 में पढ़ते समय में हम देखते हैं कि एक ही बलि के द्वारा हम लोग किस रीति से हम लोग बचाए गए हैं करके। അപ്പോൾ അവിടെ നമ്മള് അതിന്റെ 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിക്കുകയാണ്. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ, അല്ലെങ്കിൽ ഈ പഴയ നിയമത്തിൽ കഴിച്ചു വന്ന യാഗങ്ങൾ ക്രിസ്തുവിന്റെ യാഗത്തിന് ഒരു നിഴലായിരുന്നുവെന്നും, ക്രിസ്തു യാഗം അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ നിഴൽ ആവശ്യമില്ല. അത് ആണ് നമ്മൾ 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്നത്. പിതാവിന്റെ ഇഷ്ടപ്രകാരം പിതാവിന്റെ ബില്ല് നിവർത്തിക്കാനായിട്ട് കർത്താവ് വരുമ്പോൾ ആ ഇഷ്ടത്തിൽ നാം യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്തിൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥമുള്ളവരായി തീർന്നു. ദൈവത്തിന്റെ വകയായി യേശു ക്രിസ്തു നമ്മെ ദൈവത്തിനായിട്ട് വിലയ്ക്ക് വാങ്ങിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മളെ വിലയേറിയവരായി തീർന്നു. तो वहां पर 10 का 10 में पढ़ते समय में उसी इच्छा में यीशु मसीह की देह से, तो उसी इच्छा में यानी कि क्या, परमेश्वर ने जो इच्छा रखा कि एक बलिदान के द्वारा प्रभु ने एक नया नियम को जो स्थापना किया, जिसके वजह से नया पुराना नियम को खत्म करके दूसरा स्थापना करने के द्वारा उस इच्छा में जो प्रभु यीशु मसीह ने कार्य किया, जिसके द्वारा उनका जीवन हमारे लिए नमक बन जाए, उस इच्छा में यीशु मसीह की देह के एक बार की बलिदान चढ़ाने के द्वारा हम पवित्र किए गए हैं। तो वो पवित्र किए गए मतलब क्या होगा कि हम लोग संपूर्ण रीति से छुड़ाए गए हैं, हम लोग बच गए हैं करके, जिसके वजह से अभी परमेश्वर हमें उस यीशु के एक चढ़ावे के बलि के वजह से अभी हमें भी मूल्यवान है करके उस अर्थ से हमें देखता है। നമ്മള് നോഹയുടെ കാലത്തെ നമ്മൾ നോക്കുമ്പോൾ ഉപ്പുള്ള ഒരു കുടുംബമായിരുന്നു നോഹയുടെ കുടുംബം. हम लोग नोह के दिनों का समयों को देखते समय में नोह और उसका कुटुंब मात्र एक ऐसे कुटुंब थे जो नमकीन थे या नमक थे पृथ्वी के। നോഹയ്ക്കും കുടുംബത്തിനും ദൈവത്തിന് കൃപ ലഭിച്ചു. नोह और उसके कुटुंब को परमेश्वर का अनुग्रह मिला। അങ്ങനെ നോഹ ലോകത്തെ ന്യായം വിധിച്ചു എന്നാണ് നമ്മളെ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്. इस रीति से इब्रानियों 11 में पढ़ते समय में हम पढ़ते हैं कि नोह ने क्या किया? संसार को न्याय किया। അതിനാൽ അവന്റെ 11-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം 11 का 7 में हम पढ़ते हैं, അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു വിശ്വാസത്തിലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. जिसके वजह से हम देखते हैं कि जिसके द्वारा उसने संसार को दोषी ठहराया और उसे उसका धर्म का विरासत हुआ.
അവന് കൃപ ലഭിച്ചു, അവൻ ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അന്ന് ഉപ്പില്ലാത്ത ജനങ്ങൾ അല്ലെങ്കിൽ അന്ന് ഉണ്ടായിരുന്ന ഭൂവാസികൾ എല്ലാം നശിച്ചുപോയി. നോഹയും കുടുംബവും രക്ഷപ്പെട്ടതുപോലെ ഇന്ന് നമ്മളും ഉപ്പുള്ളവരായിരിക്കാനായിട്ട് യേശുക്രിസ്തുവിന്റെ, അപ്പം നോഹ പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവനെ ശുദ്ധിയുള്ള മൃഗത്തിൽ നിന്നും ശുദ്ധിയുള്ള പക്ഷികളിൽ നിന്നും അവനൊരു യാഗം അർപ്പിച്ചു. ആ യാഗം ദൈവത്തിന് സൗരഭ്യവാസനയായി ദൈവം മണത്തു. ദൈവം ഒരു ഉടമ്പടി അവനോട് ചെയ്യുകയാണ്, ഞാൻ ഇനിയും വെള്ളം കൊണ്ട് നിങ്ങളെ നശിപ്പിക്കത്തില്ല. അതിന്റെ അർത്ഥം ദൈവം നിയമത്തിന്റെ ഉപ്പാണ്. നമ്മളത് വായിച്ചു. ആ നിയമത്തിന്റെ ഉപ്പാണ്. കാരണം ആ നിയമം എന്നേക്കും ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആ നിയമത്തെയാണ് ഉപ്പ് എന്ന് പറയുന്നത്. तो इसके लिए जैसा पुराने नियम में नोहा ने और उसका परिवार ने यहोवा परमेश्वर पे उन लोग ने विश्वास किया, विश्वास करने की वजह से वो पूरा परिवार बच गए और विश्वास करने की वजह से वो लोग सब धर्मी ठहराए गए, जिसकी वजह से आने वाला न्याय से वो लोग बच पाए। बच पाने की वजह से है हम देखते हैं कि फिर वो लोग एक नया दुनिया में वो लोग प्रवेश कर पाए, जहां पर उन लोग वहां पर से उतर कर तुरंत ही वो लोग ने एक जो पवित्र जो शुद्ध पक्षियों को लेकर उसने बलि कर कर यहोवा की उपस्थिति में चढ़ाया, और उस चढ़ावाई का सुगंध को सुनकर यहोवा परमेश्वर ने कहा कि अब से मैं तुमको पानी से मैं न्याय नहीं करूंगा। तो वो वाचा जब प्रभु बांटते समय में मैं अभी तुमको पानी से न्याय नहीं करूंगा करके, वो वाचा है जो नमक का वाचा करके, जो जैसा हमने पहले भी हमने पढ़ा था कि जो वाचा जो नमक एक वाचा है करके हमने पढ़ा था। तो वो है नए नियम में भी प्रभु यीशु मसीह के द्वारा, जो कोई भी प्रभु यीशु मसीह के उस कार्य को विश्वास करने के द्वारा प्रभु अब उनको न्याय नहीं करेगा बल्कि बचाएगा करके, वही वाचा में हम लोग धर्मी ठहराए जाकर हम भी नमक बन जाते हैं उस अर्थ में। 10 അധ്യായത്തിന്റെ 14 വാക്യം വായിക്കുകയാണ്. 10:14 में हम पढ़ते हैं എബ്രാനി. ആ ഏകയാഗത്താൽ അല്ലെങ്കിൽ ഈ ഉപ്പിന്റെ നിയമമുള്ള ദൈവത്തിന് മാറ്റിക്കൂടാത്ത നിയമം വഴി ക്രിസ്തുവിന്റെ യാഗത്തിലൂടെ വിശ്വസിക്കുന്നവർക്ക് ഇനി അവരുടെ കണ്ണോ കയ്യോ കാലോ മൂക്കോ ഒക്കെ ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന യാഗമാണ്. പാപം ചെയ്യാത്തൊരു ജീവൻ അവർക്ക് തരികയാണ്. അതാണ് വായിക്കുന്നത്. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി, സദാകാലം, അതാണ് ഉപ്പ് നിയമം, അതാണ് ഉപ്പുള്ളവരായിരിക്കുക, ഇറ്റേണൽ ആയിട്ടുള്ള ഒരു ബന്ധം അവിടെ വന്നു കഴിഞ്ഞു. तो वहां पर इसलिए 10:14 में हम पढ़ते समय में उसी की एक ही चढ़ावे के द्वारा, ये एक ही चढ़ावा कौन सा चढ़ावा है? नमक से चढ़ाया किया हुआ बलि, जो प्रभु पर विश्वास करने के द्वारा उस प्रभु के उस कार्य पर जो कोई विश्वास करता है, उनके जीवन में वो नमक लागू होकर वो लोग बच जाए। उस रीति का कार्य है प्रभु यीशु मसीह ने जो किया है, उस पर विश्वास करने वाले लोग आने वाले न्याय से वो लोग बच जाते हैं। तो जिसके वजह से वो एक ही चढ़ावा के द्वारा हम जब जो पवित्र किए हुए लोग कभी क्या हो गए, सर्वदा के लिए हम लोग सिद्ध कर दिए गए हैं। तो वो ये जो सिद्ध कर दिए जाने का जो वाचा है, जो नियम है, जो परमेश्वर ने ठहराया है, वो नमक के समान है, जो हमेशा हमें संभाल के रखता है, प्रिजर्व करके रखता है ये वाचा हमें। അവിടെ നമ്മള് യാക്കോബിന്റെ യൂദയുടെ ലേഖനത്തിൽ വായിക്കുകയാണ്. യൂദയുടെ ലേഖനം, യൂദാ का पुस्तक में അതിന്റെ ആദ്യം നമ്മൾ വായിക്കുകയാണ്. അതിന്റെ 1-ാം വാക്യത്തിലുണ്ട്, യൂദയുടെ ലേഖനത്തിന്റെ 1-ാം വാക്യത്തിൽ, യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും. സൂക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പ്രിസേർവ് ചെയ്യുക, ഉപ്പുള്ളവരായിരിക്കുക, നമ്മളെ നിത്യമായിട്ട് ദൈവം കാത്തു സൂക്ഷിക്കുകയാണ്. तो यूदा का पुस्तक 1 पढ़ना। यहूदा की ओर से जो यीशु मसीह का दास और याकूब का भाई है, उन बुलाए हुओं के नाम जो परमेश्वर पिता में प्रिय और यीशु मसीह के लिए सुरक्षित है। तो यीशु मसीह के लिए जो सुरक्षित है करके मतलब क्या, हम लोग उस यीशु मसीह के कार्य की वजह से, जैसा नमक हमें प्रिजर्व करके संभाल के सुरक्षित रखता है, उसी अवस्था में मसीह में हम लोग मसीह के लिए हम लोग सुरक्षित करके संभाल के रखा है। वो नमक का नमकीन हमारे ऊपर लागू हुआ है। നമ്മള് 1-ാം ന്യായവിധി അല്ലെങ്കിൽ വെള്ളത്താൽ ന്യായവിധി കഴിഞ്ഞപ്പോൾ ഈ ഭൂമിയിലെല്ലാം ശവങ്ങൾ നിറഞ്ഞു. കാരണം ഭൂമി പിന്നെ കൊള്ളത്തില്ല, ഭൂമി ഉപ്പില്ലാത്തവരാണ്. അങ്ങനെ ഉപ്പില്ലാത്ത ഭൂമിയിൽ ദൈവം ന്യായവിധി കഴിഞ്ഞിട്ട് ദൈവം നോഹയും കുടുംബത്തെയും ഉപ്പുള്ളവരായി യാഗം കഴിച്ച് നിയമം ചെയ്ത് ദൈവത്തിന്റെ ഇറ്റേണൽ വാല്യൂ ഉള്ളവരായിട്ട് പുതിയൊരു മനുഷ്യവർഗം അവിടെ ജനിക്കപ്പെടുകയാണ്. तो पुराने नियम में हम देखते हैं कि जब परमेश्वर ने नूह के दिनों में जब न्याय लाते समय, प्रलय लाते समय में, वहां पर दुनिया का अवस्था क्या है
लोग किसी पूरा मनुष्य जात में नमक का स्वाद से कोई भी मनुष्य नहीं है, सिर्फ नोआ और उसके कुटुंब ही थे जो प्रभु का अनुग्रह मिला, जिसके वजह से नमक वो लोग बन गए। तो इसके लिए बाकी लोगों को परमेश्वर ने क्या किया, न्याय कर दिया। न्याय करने के वजह से वो पानी से न्याय कर दिया, तो वो सब लोग शव बनकर जो भले यानी कि भूमि के लिए अभी कुछ भी फायदा ना रहे, उस रीति से उनका हालत बन गया। उसके बाद प्रभु न्याय करके वहां पर नोआ और उसके कुटुंब को बचाने के बाद फिर वहां से एक नया शुरुआत प्रभु मनुष्य के जीवन में कर रहा है। उस शुरुआत में है प्रभु वहां पर नमकीन किए हुए परिवार के द्वारा है, बाकी के बातें प्रभु वहां पर आरंभ कर रहा है। കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനയിൽ കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവേ, നീ എനിക്ക് തന്നിട്ടുള്ളവർക്കെല്ലാം ഞാൻ നിത്യജീവനെ കൊടുക്കുന്നു. तो हम यूहन्ना का सुसमाचार 17 अध्याय में पढ़ते समय में वहां पर प्रभु इस रीति से प्रार्थना करते हैं कि हे पिता, आपने जिन जिन लोगों को मुझे भूमि में से दिया उन सबको मैं अनंत काल का जीवन देता हूँ। അവരെ എന്റെ കയ്യിൽ നിന്നും പിതാവെ നിന്റെ കയ്യിൽ നിന്നും എടുക്കാൻ ആർക്കും കഴിയുകയില്ല, കാരണം അവർക്ക് നിത്യജീവനുണ്ട്. കാരണം നമ്മളെ ആ ഉപ്പുള്ളവരാക്കിയിട്ട് തീർത്തിരിക്കുകയാണ്. और वहां पर इसलिए प्रभु कहता है कि कोई भी उनको मेरे हाथों से ना ही तुम्हारे हाथों से उनको छीन लिया जा सकता है, क्योंकि अभी वो लोग नमकीन हो चुके हैं। अनंत काल का वैल्यू हो उनको मिलने की वजह से कोई उन्हें छीन नहीं सकता। പിന്നീട് ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളിലും ഈ ഉപ്പുള്ളവരെ പ്രത്യേകം ദൈവം പ്രിസർവ് ചെയ്യുന്നതായിട്ട് വചനത്തിൽ കൂടെ കൂടെ ഉടനീളം നമുക്ക് കാണാൻ കഴിയും. उसके बाद से ये जो नमकीन हुए लोगों को प्रभु, हम लोग अगर वचन को ध्यान देंगे तो ऐसे लोगों को, ऐसे विश्वासियों को प्रभु उनको संभालता है, उनको सुरक्षित रखता है। जैसा नमक वहां पर उसको लंबा रीति से संभाल के रखता है, सो प्रिजर्व करके रखता है, संभालता है। उस रीति से हमें भी प्रभु वचन के द्वारा हमें संभालता है करके हम पढ़ते हैं। അവരൊക്കെ സാത്താനിൽ നിന്നും ലോകത്തിൽ നിന്നൊക്കെയും കഷ്ടങ്ങൾ അവർക്ക് ഉണ്ടാകും, പക്ഷെങ്കിൽ ദൈവം അവരെ വിട്ടുകൊടുക്കത്തില്ല. കാരണം ദൈവം അവരെ ആ കഷ്ടങ്ങളിലൂടെ സൂക്ഷിച്ച് ദൈവം അവർക്കായിട്ട് നമ്മളെ ഒരു കാര്യം നമുക്ക് വായിക്കാം. तो जैसा तो इसलिए संसार का प्रलय आ सकता है और शैतान का प्रलय आए तो भी हम लोग प्रभु में हम लोग संभाले जा रहे हैं। भले ही हम लोग को कष्ट और तकलीफ आए तो भी प्रभु अपने सामर्थ्य में हमें, और जैसा नमक हमें संभालता, वस्तुओं को संभाल कर रखता है, उसका उम्र प्रिजर्व करके लंबा करता है, उसी रीति से प्रभु में बने रहने वाले लोगों को प्रभु उनको संभालता है। നമ്മൾ 2 പത്രോസ് 2:9 വായിക്കുമ്പോൾ ഒരു ഉദാഹരണം വായിക്കും. ഒരുപാട് ഉദാഹരണമുണ്ട്. ഒരുപാട് കർത്താവ് നമ്മളെ ഉപ്പുള്ളവരായിട്ട് പ്രിസർവ് ചെയ്യുന്നതും, അല്ലെങ്കിൽ ഉപ്പിന്റെ ക്വാളിറ്റി നമ്മൾ ഇല്ലാതെ പോയാൽ നമ്മളെ ശിക്ഷണം ചെയ്ത് നമ്മളെ പരിപാലിക്കുന്നു. എന്നാൽ ഇവിടെ ഉപ്പുള്ളവരും ഉപ്പില്ലാത്തവരും നമ്മളുടെ ഒരു വ്യത്യാസം കർത്താവ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. 2 പത്രോസ് 2:9 നമ്മൾ വായിക്കുമ്പോൾ उसके लिए प्रभु हमें संभालता है करके ऐसा बहुत सारे उदाहरण है वचन में हम लोग पढ़ते समय में हम देखते हैं। उसका एक उदाहरण है, हम लोग 2 पत्रोस उसका 2 अध्याय उसका 9 में पढ़ते समय में हम देखते हैं कि प्रभु किस रीति से हमें संभालता है करके। 9 पढ़ना। तो प्रभु के भक्तों को परीक्षा में से निकाल लेना और धर्मियों को न्याय के दिन तक दंड की दशा में रखना भी जानता है। तो यहाँ पर प्रभु 2 प्रकार के लोगों को बता रहा है, वचन के द्वारा बता रहे हैं कि कौन यहाँ पर नमकीन लोग है और कौन नमक के लोग नहीं है करके। അവിടെ ഉപ്പില്ലാത്തവരാണ് എന്ത് ചെയ്യുന്നത്? അവര് മലിന മോഹം കൊണ്ട് കർത്തൃത്വത്തെ, ക്രിസ്തുവിന്റെ കർത്തൃത്വത്തെയും എല്ലാ കർത്തൃത്വത്തെയും നിഷേധിച്ച് പാപത്തിൽ ജീവിക്കുന്ന, അവർക്ക് ഉപ്പില്ല. കാരണം അവര് ലോകമനുഷ്യരാണ്. അവരെ നോഹയുടെ കാലത്തുണ്ടായിരുന്ന പോലെ ലോകമനുഷ്യരാണ്. അവരെ ന്യായവിധിക്കായിട്ട് പ്രിസർവ് ചെയ്യാണ്, തീ കൊണ്ട് ഉപ്പിടാനായിട്ട് അവരെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. तो ये लोग जो नमक के लोग जो नहीं है, उन लोगों का गुण के बारे में 10 में हम पढ़ते हैं कि ये लोग कौन है? अशुद्ध अभिलाषाओं के पीछे शरीर के अनुसार चलने वाले लोग हैं, जिसके वजह से ये लोग कभी भी अधिकार के ऊपर अधीन नहीं होता। वो जो है प्रभु परमेश्वर का अधिकार को वो लोग कभी भी अधीन ना होते हुए बलवा करने का स्वभाव रखने वाले लोग हैं। ऐसे लोगों को क्या करेगा? उनके लिए दंड के लिए प्रभु क्या करके रखा? उन्हें संभाले रखा है। यानी कि ये लोग का दंड क्या होगा? दंड के दिन, न्याय के दिन में वो लोग आग से वो लोग नमकीन किया जाने के लिए, मतलब आग के द्वारा उनका न्याय हो जाए, उस रीति से प्रभु ने अधर्मी उन लोगों को नरक के लिए संभाले रखा है। അപ്പം യൂദയുടെ ലേഖനം 4-ാം വാക്യത്തിലുണ്ട്. यूदा का पुस्तक का 4 में भी हम इस रीति से एक उदाहरण को हम देखते हैं.
ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായവരെ ശിക്ഷാവിധി എഴുതി വെച്ചിരിക്കുകയാണ്. കാരണം അവരെ തീക്കായി സൂക്ഷിച്ചിരിക്കുകയാണ്. യേശു കർത്താവിനെ അവരെ തള്ളിക്കളയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിനെ അവരെ ഉപേക്ഷിക്കുന്നു. 4 पढ़ना। क्योंकि कितने ऐसे मनुष्य चुपके से हम में आ मिले हैं जिनके इस दंड का वर्णन पुराने समय में पहले ही से लिखा गया था। ये भक्तिहीन है और हमारे परमेश्वर के अनुग्रह को लुचपन में बदल डालते हैं। हाँ, तो ये लोग काफी समय से इनके विषय में लिखा गया है, मतलब इन लोगों के बारे में जो ऐसे अधर्मी लोगों के विषय में न्याय में लिखा हुआ, तो ऐसे लोगों को प्रभु ने न्याय के लिए संभाल कर नियुक्त करके रखे हुए लोग हैं, जो अपने लुचपन के अनुसार चलने वाले लोग। അവിടെ ഈ ഉപ്പില്ലാത്തവർ എന്ത് ചെയ്യുന്നു? നമ്മൾ നേരത്തെ കണ്ടു, ഉപ്പില്ലാത്തവരായി തീർന്നാൽ അവസാനം മനുഷ്യർ ചവിട്ടാൻ കൊള്ളുന്ന രീതിയിൽ അത് പുറത്തു കളയും എന്ന് നമ്മൾ വായിച്ചു. അവിടെ നമ്മളെ മത്തായി സുവിശേഷം 5:13 വാക്യത്തിൽ വായിച്ചു. കാരമില്ലാതെ വന്നാൽ, അതിനെ ഇറ്റേണിറ്റി ഇല്ലാതെ വന്നാൽ, അതിനെ പ്രിസർവ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെട്ടല്ല, അതിന് നിത്യതയില്ല എങ്കിൽ അവരെന്ത് ചെയ്യുന്നു? ചവിട്ടാൻ കൊള്ളുന്ന രീതിയിൽ അവർ പുറത്തു കളയും. तो इस रीति से जो लोग नमकीन नहीं बन जाएंगे, यानी कि नमक का स्वाद उन लोग में से निकल जाएगा या नहीं रहा, तो मतलब क्या है कि प्रभु ने इस दुनिया में उनको उद्धार पाने के लिए जो अवसर प्रभु ने उनको दिया था, वो अवसर उन लोग ने नहीं प्राप्त किया, अनंत काल का जीवन नहीं प्राप्त किया। प्रभु ने जो हमें हमेशा हमेशा के लिए संभाल के रखने वाला जो वाणी का आज्ञा में उन लोग आदि नहीं हो जाएंगे, तो वो लोग क्या हो गए? जैसा हम लोग मत्ती का पुस्तक 5:13 में हम पढ़ते हैं कि वो लोग बाहर फेंके जाएंगे और मनुष्य के पैरों में वो लोग रोंदे जाएंगे। അത് അവർ തന്നെ അങ്ങനെ ചെയ്തവരാണ്. കാരണം അവരെ നമ്മൾ എബ്രായ ലേഖനം 10:29 വായിക്കുന്നുണ്ട്. और ये लोग खुद ऐसे ही करने वाले लोग थे, जैसा हम लोग इब्रानी का पुस्तक 10:29 में पढ़ते समय में हम देखते हैं। അവര് ദൈവപുത്രനെ ചവിട്ടിക്കളയുക. ദൈവപുത്രനെ ചവിട്ടുക എന്ന് പറഞ്ഞാൽ അക്ഷരീയമായിട്ട് ചവിട്ടുന്ന കാര്യമല്ല. യേശു ക്രിസ്തുവിനെ നിസാരനായിട്ട് കാണുക, തള്ളിക്കളയുക. എന്നിട്ട് യേശു ക്രിസ്തുവിന് രക്ഷ ഞങ്ങൾക്ക് വേണ്ട. അപ്പം യേശു ക്രിസ്തുവിന് വിലയില്ലാത്തവനായി കാണുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഉപ്പില്ലാത്തവർ. तो ये लोग वो लोग हैं जिन्होंने परमेश्वर का पुत्र को अपने पैरों से वो लोग ने रौंदा करके, हम लोग पढ़ते हैं, मतलब ये लोग शारीरिक रीति से सचमुच आकर रौंदा है वैसा नहीं, यानी कि यीशु का बलि को वो लोग ने मूल्यता नहीं दिया, उसको स्थान नहीं दिया, जो आदर देना चाहिए था उन लोगों ने नहीं किया। ഇവിടെ 3 കൂട്ടം കാര്യങ്ങളുണ്ട്. ദൈവപുത്രനെ ചവിട്ടിക്കളയുക, നിയമരക്തം. കാരണം ആ നമ്മൾ നേരത്തെ കണ്ടു, നിയമരക്തം ആണ് ഉപ്പ്. ആ നിയമം നിത്യ നിയമത്തെയാണ് ഉപ്പ് കാണിക്കുന്നത്. അപ്പം ആ നിയമരക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടാതെ ഇരിക്കുക, അല്ലെങ്കിൽ കൃപയുടെ ആത്മാവ്. അപ്പം ഈ ദൈവപുത്രന്റെ കൃപ നമ്മളെ നിഷേധിച്ച് കളയുന്നതാണ് ഉപ്പില്ലാത്തവരായിരിക്കുക. ഈ കൃപയെ കൂടുതലായി സ്വീകരിച്ച് ജീവനിൽ വർദ്ധിച്ചു വരുന്നവരാണ് ഉപ്പുള്ളവരെ. और उन लोगों ने क्या किया? वाचा का इस लहू के द्वारा पवित्र ठहराया जा सके, तो उसको भी वो लोग ने, तो वाचा का लहू के द्वारा मतलब क्या? ये लोग अभी जो प्रभु ने जो हमको वाचा देकर जो हमें सुरक्षित कर सके, संभाले रख सके, जो वाचा था जो लहू में है, और वो जो हमारे ऊपर छिड़कने की वजह से हम लोग भी शुद्ध हो गए, तो एक तरफ से वो नमक का काम वहां पर कर रहा है। उसी रीति से तो ये वाचा का, ये वो नमकीन करने वाला वाचा है जो प्रभु ने हमको दिया था, उसको वो लोग ने मूल्यता नहीं दिया। ऐसे लोगों ने, तो इसलिए जिसके वजह से उन लोग के जीवन में नमकीन जो लोग हो सकते थे वो लोग नहीं हो पाए। നമ്മള് കർത്താവ് അതുകൊണ്ട് നമ്മളെ 2 കൊരിന്ത്യർ 13:5 പറയുകയാണ്, നിങ്ങളിൽ ഈ ഉപ്പുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. അതിന് 13:5, 2 കൊരിന്ത്യർ 13:5 പറയുകയാണ്, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടോ എന്ന് നിങ്ങളുടെ വിശ്വാസത്തെ പരിശോധിക്കണം. നിങ്ങൾ ഉപ്പുള്ളവരാണോ എന്ന് നമ്മൾ കൂടെ പരിശോധിക്കണം. നമ്മളിൽ ഉപ്പില്ലാത്ത ജീവിത നിലയിൽ അല്ലെങ്കിൽ ലോക മനുഷ്യരെ പോലെ നമ്മൾ പെരുമാറുമ്പോൾ നമ്മൾ ഉപ്പുള്ളവരാണോ എന്ന് പരിശോധിച്ച് ഉപ്പുള്ളവരായി ഉറപ്പുവരുത്തി ക്രിസ്തുവിന് ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കണം. അതാണ് നിങ്ങളെ തന്നെ പരിശോധിപ്പിക്കും. നമ്മൾ കർത്താവിന്റെ മേശയിൽ വരുമ്പോൾ ഇതാണ് ചെയ്യുന്നത്. 2 കൊരിന്ത്യർ 13:5 നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. നിങ്ങൾ ക്രിസ്തു ഉള്ളവരാണോ എന്ന് പരിശോധിക്കണം. इसके लिए हम लोग 2 कोरिन्थियों 13:5 में हम लोग पढ़ते समय में वहां पर वचन कहता है कि अपने आप को परखो और जांचो कि यीशु मसीह तुम में नहीं है तो तुम निकम्मे ठहराए जाओगे। तो यीशु मसीह तुम में है कि नहीं करके ये बात जांचना है। तो तुम में है कर, यीशु मसीह तुम में है मतलब क्या? उस यीशु मसीह के बलिदान के द्वारा जिसमें तुम विश्वास करके तुम लोग नमकीन हो गए हो के नहीं करके, ये बात हमको हर एक जन को ये जांच कर परख कर देखना है कि सचमुच उस अवस्थे में हम लोग नमकीन हो चुके हैं कि नहीं। यदि नमकीन नहीं हुए तो हम लोग निकम्मे ठहराए जाएंगे, बाद में हम लोग रोंदा जाने का अवस्थे में हो जाएगा।
അപ്പോൾ മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 9:50 വാക്യം വായിക്കുകയാണ്. मरकोस का पुस्तक उसका 9:50 में हम पढ़ते हैं. അങ്ങനെ അതിന്റെ അവസാന ഭാഗം, നിങ്ങൾ തന്നെ ഉപ്പുള്ളവരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ക്രിസ്തു ഉള്ളവരും, അങ്ങനെ ക്രിസ്തു ഉള്ളവർ തമ്മിൽ സമാധാനമുണ്ട്. അതാണ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. ഉപ്പ് ഉള്ളവർ അല്ലെങ്കിൽ ക്രിസ്തു ഉള്ളവർ തമ്മിൽ സമാധാനം ഉണ്ടാക്കുന്ന ഒരു ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഈ ക്രിസ്തുവാണ് നമുക്ക് ദൈവസന്നിധി സമാധാനം ഉണ്ടാക്കി നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. അങ്ങനെ ക്രിസ്തു ഉണ്ടവർക്ക് അവർക്ക് ഉപ്പിന്റെ രസമുണ്ട്, നിത്യതയുണ്ട്. അവർ തമ്മിൽ സമാധാനമുള്ളവരാണ്. അതാണ് അവന്റെ അവസാന ഭാഗത്ത് വായിക്കുകയാണ്. അന്യോന്യം സമാധാനമുള്ളവരായിരിക്കും. ഈ ഉപ്പുള്ളവർ തമ്മിൽ ഐക്യതയും സമാധാനവും സന്തോഷവും ഉള്ളതാണ്. അതാണ് നിങ്ങൾ ഭൂമിയിൽ ഉപ്പുള്ളവരായിരിക്കണം എന്ന് കർത്താവ് പറഞ്ഞു. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറയുന്നു. तो इसके लिए वहां पर मरकोस का पुस्तक 9:50 का आखिरी भाग में तुम पढ़ते समय में अपने में नमक रहो, मतलब क्या कि तुम में अपने आप में ही तुम लोग यीशु मसीह को अगर प्राप्त किए तो तुम लोग नमक हो करके वहां पर वचन कहता है. और यदि इस रीति से तुम लोग मसीह को पाने के वजह से तुम लोग नमक हो, क्योंकि वहां पर नमक यानी यीशु मसीह को जो दर्शाता है, जो उद्धार पाने वालों को मिलने वाला है, वो यीशु मसीह जिसको मिल गया वो लोग जगत के दुनिया की भूमि के नमक बन गए. ये लोग जो नमक पाए हुए लोग, नमक बन गए हुए लोगों क्या करना, आपस में मेल मिलाप से रहना, यानी कि एक दूसरे के साथ, क्योंकि भाई लोग अभी सब लोग में मसीह है, सब लोग नमकीन हो चुके हैं मसीह के स्वभाव में अनंत काल का जीवन की वजह से. उस नमकीन में हम लोग हो गए होने की वजह से अभी क्या करना, मेल मिलाप के साथ शांति और प्रेम में मंडलीय जीवन को बिताना है. കൊലോസ്യ ലേഖനത്തിൽ കർത്താവിന്റെ ദാസൻ വളരെ വ്യക്തമായി പറയുന്ന, സഹോദരന്മാരെ നിങ്ങൾ വഴക്കുണ്ടാക്കരുത്. വഴക്കുണ്ടാക്കിയാൽ ഉപ്പില്ലാത്തവരാണ്. കാരണം ക്രിസ്തു ലോക മനുഷ്യനെ പോലെയാണ്. അപ്പം അഥവാ നിങ്ങൾ വഴക്കുണ്ടായാൽ ഉടനെ തന്നെ നിരപ്പ് പ്രാപിച്ച് നിങ്ങൾ ക്രിസ്തുവിൽ ക്ഷമിച്ച് നിങ്ങൾ ഉപ്പുള്ളവരായിരിക്കണം. कुलोसों का पुस्तक में भी पढ़ते हैं कि क्योंकि हम लोग नमक बन चुके हैं तो तुम लोग क्या करना, आपस में भाईचारा रखना है, प्रेम रखना है. यदि अगर हमने प्रेम नहीं रखा तो हम लोग संसार के लोगों के समान हो जाएंगे, संसार के लोगों के गुण प्रकट कर रहे हैं. इसके लिए विश्वासी लोग हमेशा एक दूसरे के साथ प्रेम और मिलन सा स्वभाव रखना चाहिए. അതുകൊണ്ട് നമ്മള് തീ കൊണ്ട് ഉപ്പിടുകയില്ല എന്നും നമ്മള് വാസ്തവത്തിൽ നിത്യജീവനാകുന്ന ക്രിസ്തുവിനെയും കൊണ്ട് ഉപ്പിട്ടവരാണ് എന്നുള്ള ഒരു വലിയ സാക്ഷ്യമാണ് പ്രാദേശിക സഭ, ലോക്കൽ അസംബ്ലി. അങ്ങനെ ആയിരിക്കാം. പ്രിയമുള്ളവരെ, നമുക്ക് തമ്മിൽ നമുക്ക് സമാധാനമുള്ളവരായിരിക്കാം, നമുക്ക് നമ്മിൽ തന്നെ ഉപ്പുള്ളവരായിരിക്കാം. കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. इसके लिए प्रियो, हम लोग आपस में इस रीति से मसीह का जीवन से भर जाने की वजह से हम लोग नमकीन हो चुके होने की वजह से हम लोग क्या है, उद्धार पाए हुए लोग हैं, जिसकी वजह से अभी हम लोग आग के भागी लोग नहीं है. इसके लिए प्रभु हम सबको संभाले और प्रभु का दया में बनाए रखे कि हम लोग अभी वो झुंड के लोग नहीं है जो जिसके अंदर आग के लिए नियुक्त करके या आग का नमक आग में नमकीन किया जाए, उन लोगों के लिए भाग में नहीं, लेकिन हम लोग आने हमेशा के लिए स्वर्गीय बातों के लिए मसीह का जीवन में प्रभु हमें बनाए रखने की वजह से मसीह का जीवन जो हमारा नमक है, उस नमक के अवस्थे में हम बन चुके हैं. इस विषय में प्रभु हम सबको सहायता करे और मसीह के प्रेम में हम सब बढ़ते रहे. आमेन. ഉപ്പിന്റെ രുചിയുടെ ഒരു വശമാണ് നമ്മൾ ചിന്തിച്ച്, വേറൊരു വശമുണ്ട്. കർത്താവ് അനുഭവിച്ചാൽ നമുക്ക് പിന്നീട് അത് ചിന്തിക്കാം. अभी बस एक ही भाग को हम लोग या एक ही तरफ हम लोग ने नमक का गुण का विषय को हम देखा. जैसा जैसा समय हम लोग मिलता है उस विषय में हम लोग थोड़ा और पढ़ेंगे. हम लोग नमक का स्वभाव के बारे में हम देखेंगे. പ്രാർത്ഥിക്കാം. प्रभु सहायता करे. സുധീർ, can you pray? സുധീർ